ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. റെയിൽവേ ലൈനുകളുടെ വളവ് നിവർത്തി യാത്ര സുഗമമാക്കുന്നതിന് സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് നൽകണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഇ ഹെൽത്ത് പദ്ധതി വഴിയുള്ള മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ ജനം പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. ഒഴുക്കിനെതിരെ നീന്തുന്നവരാണ് യഥാർത്ഥ ആർജവമുള്ളവരെന്ന് ഗോവ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ള. മാർച്ച് അവസാനത്തോടെ കേരളത്തിൽ എല്ലായിടത്തും 4G സേവനം ലഭ്യമാക്കുമെന്ന് BSNL സീനിയർ ജനറൽ മാനേജർ സാനിയ അബ്ദുൽ ലത്തീഫ്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. റെയിൽവേ ലൈനുകളുടെ വളവ് നിവർത്തി യാത്ര സുഗമമാക്കുന്നതിന് സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് നൽകണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് കോഴിക്കോട്ട് തുടക്കമായി. ആഘോഷ പരിപാടികൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. റെയിൽവേ യാത്രാ വികസനത്തിന് കണ്ണൂർ, കോഴിക്കോട്, കൊല്ലം എന്നിവിടങ്ങളിൽ റെയിൽവേ യാർഡുകളുടെ പ്രതിസന്ധി തുടരുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആവശ്യമായ സ്ഥലം ലഭ്യമായാൽ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നും ഇതിന് സംസ്ഥാന സർക്കാരിന്റെ സഹായം വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബേപ്പൂർ തുറമുഖത്തിനുള്ള യാത്രാക്കപ്പലുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഉടൻ നീങ്ങുമെന്നും യാത്ര ഉടൻ തുടങ്ങാനാകുമെന്നും മന്ത്രി അറിയിച്ചു. കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കരിപ്പൂർ വിമാനത്താവളം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പ്രാദേശികമായ വികസനത്തിന് കാലിക്കറ്റ് ചേംബർ അടക്കമുള്ള സംഘടനകൾ മുന്നോട്ട് വന്നാൽ കേന്ദ്ര സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്നും മന്ത്രി സുരേഷ് ഗോപി അറിയിച്ചു. കേരളത്തിന്റെ എക്കോണമിയെ സംബന്ധിച്ച് കോഴിക്കോട് എയർപോർട്ടിനൊരു വലിയ പങ്ക് വഹിക്കാനുണ്ടെങ്കിൽ ആ പങ്ക് വഹിക്കുന്നതിനുള്ള പുതിയൊരു സ്റ്റേറ്റസിലേക്ക് നിങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഒരു സ്വേച്ഛ സ്വാർത്ഥ വിചാരവുമില്ലാതെ അത് ഒരു നാഷണൽ ഫങ്ഷണറി ആയിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടുന്ന എല്ലാ സംശുദ്ധമായ അന്തരീക്ഷങ്ങളും ഒരുക്കപ്പെടണം എന്ന് ഞാൻ പറയുമ്പോൾ അതിൻ്റെ എക്കണോമെട്രിക്സ് ആയാലും ശരി തന്നെ, എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവ്വം ചിന്തിച്ചാലോചിച്ച് ഇത് രാജ്യത്തിന് വേണ്ടി മാത്രമായിരിക്കുമെന്ന് പറയുന്ന ചിന്തയോടെ ഈ പ്രാദേശിക സ്തൂപം നല്ല ഉയർന്ന നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനം ചേംബർ കാഴ്ചവെച്ചാൽ തീർച്ചയായിട്ടും അതിനെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തിലും കേന്ദ്ര ഭരണത്തിന്റെ കൂടെ ഞാനുണ്ടാകും. ചേംബർ പ്രസിഡന്റ് ബിനീഷ് വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു. ചേംബർ ഫൗണ്ടർ പ്രസിഡന്റ് CBM വാര്യരെ മന്ത്രി ആദരിച്ചു. M. മുസമിൽ മന്ത്രിക്ക് ചേംബറിന്റെ നിവേദനം നൽകി. ചേംബർ സെക്രട്ടറി സിറാജുദ്ദീൻ ഇലത്തൊടി, ട്രഷറർ വിശോബ് പനങ്ങാട്, ഡോക്ടർ K. മൊയ്തു, TP അഹമ്മദ് കോയ, C. ചാക്കുണ്ണി, ഐബ് തോമസ്, സുബൈർ കൊളക്കാടൻ എന്നിവരും പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇ ഹെൽത്ത് പദ്ധതി വഴിയുള്ള മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ ജനം പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ കാക്കൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇ ഹെൽത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ സാങ്കേതിക വിദ്യയുടെ പ്രയോജനങ്ങൾ രോഗികൾക്കും ലഭിക്കണം. അതിന്റെ ഭാഗമായി നടപ്പാക്കിയ ഇ ഹെൽത്ത് പദ്ധതി അനുസരിച്ച് വീട്ടിലിരുന്നും ഡോക്ടറുടെ സേവനം ഉറപ്പാക്കാം. വീട്ടിലിരുന്ന് OP ടിക്കറ്റ് ബുക്ക് ചെയ്യൽ, ആവശ്യമുള്ള ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് എടുക്കൽ, അപ്പോയിന്റ്മെന്റ് ലഭിച്ച സമയത്ത് മാത്രം ആശുപത്രിയിൽ പോകൽ, ലാബ് റിസൾട്ട് ഫോണിൽ ലഭിക്കൽ എന്നിവ സാധ്യമാകും. ആശുപത്രിയിൽ അനാവശ്യമായി കാത്തുകെട്ടി കിടക്കുകയോ ലാബ് റിസൾട്ട് വാങ്ങാൻ വീണ്ടും പോകുകയോ വേണ്ട. ഇങ്ങനെ സമയം, അധ്വാനം എന്നിവ ലാഭിക്കുകയും കൂടുതൽ ശാസ്ത്രീയമായും കാര്യക്ഷമതയോടെയും ആരോഗ്യ സേവനം നൽകുന്നതുമായ പദ്ധതിയുമായി എല്ലാ നാട്ടുകാരും സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. പുതിയ സാങ്കേതിക വിദ്യയുടെ പ്രയോജനങ്ങൾ നമ്മുടെ നാട്ടിലെ
രോഗികൾക്കും കിട്ടണം. അതിൻ്റെ ഭാഗമായി വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഡോക്ടറുമായി ബന്ധപ്പെടാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ഹെൽത്ത് കാർഡ് വഴി ഉണ്ടാക്കാൻ പോകുന്നത്. പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച കാക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM ഷാജി ഇ ഹെൽത്ത് പദ്ധതിയിലെ കാർഡ് സ്വീകരിച്ചു. ആദ്യ അംഗമായി ഡെപ്യൂട്ടി DMO ഡോക്ടർ VR ലതിക മുഖ്യാതിഥിയായി. കാക്കൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K നിഷ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP അബ്ദുൾ ഗഫൂർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KC ഷീബ, CC കൃഷ്ണൻ, സിദ്ദിഖ് വാളത്തിൽ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി K ഹരിഹരൻ, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ CK ഷാജി എന്നിവർ സംബന്ധിച്ചു. കാക്കൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ CP സജന സ്വാഗതവും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ NV ജിജിത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒഴുക്കിനൊപ്പം നീന്തുന്നത് എളുപ്പമാണെന്നും ഒഴുക്കിനെതിരെ നീന്തുന്നവരാണ് യഥാർത്ഥ ആർജവമുള്ളവരെന്നും ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഡോക്ടർ PA ലളിത സ്മാരക പുരസ്കാരങ്ങൾ സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെറ്റുകൾ സംഭവിക്കുമ്പോൾ അത് വിളിച്ചു പറയാനും ആർജവത്തോടെ വിമർശിക്കാനും സാഹിത്യകാരന്മാരും ചിന്തകരും മുന്നോട്ട് വരേണ്ടതല്ലേ എന്ന ചോദ്യമാണ് കേരളം ഇപ്പോൾ നേരിടുന്നതെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. ഒഴുക്കിനൊപ്പം നീന്തുന്നത് എളുപ്പമാണ്, ഒഴുക്കിനെതിരെ നീന്തുന്നവരാണ് യഥാർത്ഥ ആർജവമുള്ളവരെന്നും ഗവർണർ പറഞ്ഞു. ഡോക്ടർ PA ലളിത സ്മാരക പുരസ്കാരം ഡോക്ടർ MP ശ്രീജയൻ, ഡോക്ടർ VP ഗംഗാധരൻ എന്നിവർക്ക് സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും തിരക്കുള്ളപ്പോഴും വ്രണിത ഹൃദയരായി എത്തുന്ന രോഗികൾക്ക് ആശ്വാസം പകരാൻ ഡോക്ടർമാരുടെ ഒരു സാന്ത്വന വാക്ക് മതിയാകും. ആ അനുഭാവത്തിന് എപ്പോഴും ഒരു പണത്തൂക്കം കൂടുതലായിരിക്കും. കൊടുങ്കാറ്റിലല്ല, മന്ദമാരുതനിലാണ് ദൈവസ്പർശമുള്ളത്. ആ ദൈവസ്പർശത്തിലാണ് രോഗികളുടെ പ്രത്യാശയെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. ഡോക്ടർ ലളിത നമ്മുടെ 4 കൊല്ലം മുമ്പ് വരെ കോഴിക്കോടിൻ്റെ സായം സന്ധ്യകളിൽ അവർ പ്രധാനപ്പെട്ട പരിപാടികളെല്ലാം നിത്യസാന്നിധ്യമായിരുന്നു. മലബാർ ആശുപത്രി MD ഡോക്ടർ മിലി മോനി അധ്യക്ഷത വഹിച്ചു. മേയർ ബീന ഫിലിപ്പ്, മലബാർ ആശുപത്രി CEO ഡോക്ടർ കോളിൻ ജോസഫ്, അവാർഡ് നിർണയ കമ്മിറ്റി അംഗങ്ങളായ കമാൽ വരദൂർ, അജയൻ K അനാട്ട്, A സജീവൻ, IMA ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ശങ്കർ മഹാദേവൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 2025 മാർച്ച് അവസാനത്തോടെ കേരളത്തിൽ എല്ലായിടത്തും 4G സേവനം ലഭ്യമാക്കുമെന്ന് BSNL സീനിയർ ജനറൽ മാനേജർ സാനിയ അബ്ദുൽ ലത്തീഫ്. BSNL സിൽവർ ജൂബിലി സമാപന പരിപാടികളെക്കുറിച്ച് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഇതെല്ലാം തന്നെയും മാർച്ച് അവസാനമാകുമ്പോൾ 4G സർവീസ് ഉണ്ടാവും എന്നുള്ളതാണ് ഒരു പ്രോജക്റ്റ്. അതിൽ 4G എന്ന് പറയുമ്പോൾ അത് ഇൻഡിജിനസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത 4G ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിലെ പ്രത്യേകത. BSNL 25ാം സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട്, വയനാട് ജില്ലകൾ ഉൾപ്പെടുന്ന കോഴിക്കോട് ബിസിനസ് ഏരിയയുടെ വിവിധ ആഘോഷ പരിപാടികൾ ഒക്ടോബർ 16-ന് കോഴിക്കോട് ബീച്ചിൽ വെച്ച് നടക്കുന്ന കൈറ്റ് ചാമ്പ്യൻഷിപ്പോടെ സമാപിക്കുമെന്ന് സീനിയർ ജനറൽ മാനേജർ സാനിയ അബ്ദുൽ ലത്തീഫ് അറിയിച്ചു. വൺ ഇന്ത്യ കൈറ്റ് ടീമിന്റെ സഹകരണത്തോടെയാണ് കൈറ്റ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. ചാമ്പ്യൻഷിപ്പിൽ സോസർ കൈറ്റ്, സ്പോർട്സ് കൈറ്റ്, പവർ കൈറ്റ് തുടങ്ങിയ വലിയ പട്ടങ്ങൾ പറത്തും. 5 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടത്തുന്നത്. 25th ഫോർമേഷൻ ഡേയോടനുബന്ധിച്ച് ഒരു ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷനും കൂടി നടക്കുന്നുണ്ട്. അത് കോഴിക്കോട്, വയനാട്ടിലുള്ളവർക്ക് വേണ്ടിയാണ്. ഈ ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷൻ 10th വരെ ഫോട്ടോഗ്രാഫ്സ് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. BSNL കണക്റ്റിംഗ് ഹാർട്ട്സ് എന്നാണ് അതിൻ്റെ തീം. ലാസ്റ്റായിട്ട് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു പരിപാടി, ഇതിനോടനുബന്ധിച്ച് നടത്തുന്ന ഒരു പരിപാടി കൈറ്റ് ചാമ്പ്യൻഷിപ്പാണ്. അത് നമ്മൾ ഒക്ടോബർ 16-ന് കോഴിക്കോട് ബീച്ചിൽ വെച്ച് 3 മണി മുതൽ 6 മണി വരെ ഉള്ള സമയത്ത് ഒരു കൈറ്റ് ചാമ്പ്യൻഷിപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നു. സ്ഥാപക ദിനാചരണത്തിന്റെ സമാപന പരിപാടികളുടെ ഭാഗമായി പൊതുജനങ്ങൾക്കായി ഫോട്ടോഗ്രാഫി മത്സരവും സംഘടിപ്പിക്കുമെന്നും BSNL അധികൃതർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ BSNL ഉദ്യോഗസ്ഥരും വൺ ഇന്ത്യ കൈറ്റ് ടീം ഭാരവാഹികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് തളി ബ്രാഹ്മണ സമൂഹ മഠത്തിലെ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന കന്യകാ പൂജ ഭക്തിസാന്ദ്രമായി. മഹാഗണപതി ഹോമത്തോടെ ആരംഭിച്ച ചടങ്ങിൽ ലളിതാ സഹസ്രനാമജപം, നവാക്ഷരി മന്ത്രപൂജ, നവാക്ഷരി മന്ത്രജപ ഹോമം എന്നിവയും നടന്നു. 36 കന്യകമാരെ നവരാത്രി ബൊമ്മക്കൊലു മണ്ഡപത്തിൽ ഇരുത്തി 36 സുമംഗലിമാർ കന്യകാ പൂജ നടത്തി. തുടർന്ന് 4 സുവാസിനിമാരെ നവരാത്രി ബൊമ്മക്കൊലു മണ്ഡപത്തിൽ ഇരുത്തി 4 സുമംഗലിമാർ സുവാസിനി പൂജയും നടത്തി. തുടർന്ന് ഹോമ മണ്ഡപത്തിൽ വസോർധാര, പൂർണാഹുതി എന്നിവയും നടന്നു. പൂജാതി കർമ്മങ്ങൾക്ക് തളി ബ്രാഹ്മണ സമൂഹം മുഖ്യ പുരോഹിതൻ ബ്രഹ്മശ്രീ രാഹുൽ വാദ്യാർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബ്രഹ്മശ്രീ NK വെങ്കിടാചല വാദ്യാർ, ബ്രഹ്മശ്രീ രഘു വാദ്യാർ, ബ്രഹ്മശ്രീ ശ്രീരാം ഗണപാടികൾ, ബ്രഹ്മശ്രീ ജയശങ്കര ശർമ്മ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. ചടങ്ങുകൾക്ക് തളി ബ്രാഹ്മണ സമൂഹ മഠം നവരാത്രി ആഘോഷ കമ്മിറ്റി കൺവീനർ PS ലക്ഷ്മി ഗണേഷ്, ജോയിന്റ് കൺവീനർമാരായ ശോഭ ഗണേശൻ, സ്നേഹ ഗണേഷ്, തളി ബ്രാഹ്മണ സമൂഹ മഠം പ്രസിഡന്റ് P ധർമ്മരാജൻ, സെക്രട്ടറി AS വിവേകാനന്ദൻ, വൈസ് പ്രസിഡന്റ് R വിശ്വനാഥൻ, ജോയിന്റ് സെക്രട്ടറി MJ അനന്തനാരായണൻ, ട്രഷറർ RV നാഥൻ, നിർവാഹക സമിതി അംഗം P കൃഷ്ണകുമാർ, S ശേഷാദ്രി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാലിന്യ കൂമ്പാരത്തിന് നടുവിലെ ആൽമര ചുവട് ഇനി മുതൽ മനോഹരമായ വിശ്രമ കേന്ദ്രം. ഫറോക്ക് ചുങ്കം റെഡ് ക്രസന്റ് ആശുപത്രിക്ക് സമീപത്തെ ആൽമര ചുവടാണ് ഭിത്തികെട്ടി ഇരിപ്പിടമൊരുക്കിയത്. മാലിന്യ കൂമ്പാരത്തിന് നടുവിലെ ആൽമര ചുവട് ഇനി മുതൽ മനോഹരമായ വിശ്രമ കേന്ദ്രം. ഫറോക്ക് നഗരസഭയിലെ ചുങ്കം റെഡ് ക്രസന്റ് ആശുപത്രിക്ക് സമീപമുള്ള ആൽമര ചുവട്ടിലാണ് ഭിത്തികെട്ടി വിശ്രമ കേന്ദ്രം ഒരുക്കിയത്. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനിൽ നടപ്പാക്കുന്ന പാതയോര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് പദ്ധതി ഒരുക്കിയത്. ഇവിടെ 2 ദിവസം കൂടുമ്പം ഒരു ലോഡ് മാലിന്യമാണ് ഈ ആലിന് ചുറ്റുമായിട്ട് കൂടിയിരിക്കാറ്. പലപ്പോഴും അത് നീക്കം ചെയ്തതിൻ്റെ പിറ്റേന്ന് തന്നെ അതേപോലെ വരും. അതിനൊരു ശാശ്വത പരിഹാരം വേണ്ടിയിട്ടാണ് നമ്മുടെ നഗരസഭാ ചെയർമാൻ സംസാരിച്ചു. വളരെ പെട്ടെന്ന് എനിക്ക് തോന്നുന്നൊരു 10 ദിവസം കൊണ്ടാണ് ഇതിൻ്റെ പ്രവൃത്തി പൂർണ്ണമായും പൂർത്തീകരിച്ചിട്ടുള്ളത്. വളരെ സുന്ദരമായ ഒരു ആൽത്തറ നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. പണ്ട് കാലത്തൊക്കെ ഈ കടയുടെ വരാന്തയിൽ ഒരു ബെഞ്ചുണ്ടാകും ആളുകൾക്ക് ഇരിക്കാൻ. അതിപ്പോൾ അപ്രത്യക്ഷമായിപ്പോയി. അതിന് പകരമായിട്ട് ആളുകൾക്ക് ഇരിക്കാനും സ്വറ പറയാനൊക്കെയുള്ള, പ്രത്യേകിച്ച് വയോജനങ്ങൾക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യം കൂടിയാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. റെഡ് ക്രസന്റ് ആശുപത്രിയാണ് നിർമ്മാണ ചെലവ് വഹിച്ചത്. വിശ്രമ കേന്ദ്രത്തിന്റെ സമർപ്പണം നഗരസഭാ അധ്യക്ഷൻ NC അബ്ദുൾ റസാഖ് നിർവഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ KV അഷ്റഫ്, P ബൽക്കീസ്, റെഡ് ക്രസന്റ് ആശുപത്രി MD ഡോക്ടർ PA നാസർ, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ V ഖാലിദ്, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ CS ഷിജി, C സുബിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഡയമണ്ട് പ്ലസ് വയോജന ദിനാചരണം നടത്തി. വയോജന സംഗമത്തിൽ കലാപരിപാടികൾ അരങ്ങേറി. വാർദ്ധക്യ സഹജമായ രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടന്നു. വയോജനങ്ങൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. ഡയമണ്ട് പ്ലസ് സംഘടനയുടെ നേതൃത്വത്തിൽ മുതിർന്ന പൗരന്മാരുടെ ദിനാചരണത്തിന്റെ ഭാഗമായി മുതിർന്ന പൗരന്മാരുടെ സംഗമം സംഘടിപ്പിച്ചു. ചേവായൂർ ഗോൾഫ് റീലിംഗ് റോഡിലെ സിജി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ
ഡയമണ്ട് പ്ലസ് പ്രസിഡന്റ് വി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. ചാവായൂർ വാർഡ് കൗൺസിലർ ഡോക്ടർ അജിത മുഖ്യാതിഥിയായി പങ്കെടുത്തു. പിന്നെ ആയുർദൈർഘ്യം കൂടി വരികയാണ്. ഒരു 40 വർഷം മുമ്പെയുള്ള പോലെയല്ല ഇപ്പോഴത്തെ ആയുർദൈർഘ്യം വളരെയേറെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരൊക്കെയാണ് ചിലപ്പോൾ പെട്ടെന്ന് മരിച്ചു പോകുന്നത്. വയസ്സായ ആൾക്കാർ മിക്കവാറും എല്ലാവരും 70+ അതിൽ കൂടുതൽ കൊല്ലം ജീവിച്ചിട്ടുണ്ട്. 84 വയസ്സ് കഴിഞ്ഞ ഒരാളുടെ ശതാഭിഷേകം നമ്മൾ അടുത്ത ദിവസം ആഘോഷിച്ചു. വളരെ ചുറ്റോടുകൂടെ ആളായിരുന്നു. ആയുർമനയിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ശാന്തി ഗംഗ വാർദ്ധക്യ സഹജമായ രോഗങ്ങൾക്കുള്ള ആയുർവേദ ചികിത്സയെപ്പറ്റി ക്ലാസ് എടുത്തു. പങ്കെടുത്തവർക്കെല്ലാം ആയുർവേദ തൈലം സൗജന്യമായി വിതരണം ചെയ്തു. എല്ലാ മുതിർന്ന പൗരന്മാർക്കും ഡയമണ്ട് പ്ലസ് സമ്മാനങ്ങൾ നൽകി. വി മുഹമ്മദ്, ഡോക്ടർ ബാലകൃഷ്ണൻ, ഗിരീഷ്, ജനാർദ്ദനൻ, സേതുമാധവൻ, കേണൽ ഗോപിനാഥ്, സെയ്ദ് അക്ബർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്ത്രീ സുരക്ഷ സാമൂഹിക ഉത്തരവാദിത്വം എന്ന തലക്കെട്ടിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് വിമൻ ഇന്ത്യ മൂവ്മെന്റ്. സ്ത്രീ സമൂഹം നേരിടുന്ന പ്രതിസന്ധികൾ ഏറെയാണെന്നും ഈ സാഹചര്യത്തിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. നവംബർ 12 ചൊവ്വാഴ്ച 2:30 നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ റാലിയും സ്ത്രീ സുരക്ഷാ സമ്മേളനവും സംഘടിപ്പിക്കും. വിമൻ ഇന്ത്യ മൂവ്മെന്റ് സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി നവംബർ 12 കോഴിക്കോട് ബീച്ചിൽ റാലിയും സ്ത്രീ സുരക്ഷാ സമ്മേളനവും സംഘടിപ്പിക്കും. സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഇടമായി രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ആശങ്കപ്പെടുത്തുന്ന ഈ പശ്ചാത്തലത്തിലാണ് സ്ത്രീ സുരക്ഷ സാമൂഹ്യ ഉത്തരവാദിത്വം എന്ന മുദ്രാവാക്യം വിമൻ ഇന്ത്യ മൂവ്മെന്റ് ഉയർത്തുന്നതെന്നും ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായി 2 മാസം നീളുന്ന പ്രചരണത്തോടനുബന്ധിച്ച് ലഘുലേഖ വിതരണം, ഭവന സന്ദർശനം, വനിതാ സംഗമങ്ങൾ, സെമിനാർ, ടേബിൾ ടോക്ക് തുടങ്ങിയ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുമെന്നും പ്രസിഡന്റ് റംഷീന പി, ജില്ലാ വൈസ് പ്രസിഡന്റ് റബീബ കാരന്തൂർ, ജില്ലാ ജനറൽ സെക്രട്ടറി ഷബ്ന TP, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സുലേഖ മാവൂർ, സുഹറ ബേപ്പൂർ തുടങ്ങിയവർ പറഞ്ഞു. ഇത് ആഭ്യന്തര വകുപ്പ് നൽകിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. ഈ വർഷത്തെ ആദ്യ 6 മാസങ്ങളിൽ തന്നെ 1338 ബലാത്സംഗങ്ങളും 2330 പീഡനങ്ങളും ഉൾപ്പെടെ 9501 കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഐക്കരപ്പടി വെണ്ണായൂർ ഷാരിഖാവ് ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവം വിവിധ പരിപാടികളോടെ നടന്നുവരികയാണ്. ദേവീ സന്നിധിയിൽ രജനി പ്രവീണും ശിഷ്യരും അവതരിപ്പിച്ച സംഗീത കച്ചേരി ശ്രദ്ധേയമായി. തപസ്യ കലാക്ഷേത്രയിലെ സംഗീതാധ്യാപിക രജനി പ്രവീണും ശിഷ്യരും കീർത്തനങ്ങൾ ആലപിച്ച് നവരാത്രി സംഗീതവേദിയെ ധന്യമാക്കി. പെരിയമ്പലം കലയും അമ്പലപ്പടി സൗപർണികയും ചേർന്നാണ് സംഗീത പരിപാടി ഒരുക്കിയത്. സജീവൻ മൃദംഗത്തിലും ശ്യാം വയലിനിലും പശ്ചാത്തലമൊരുക്കി. കുട്ടികളും മുതിർന്നവരും കീർത്തനങ്ങൾ ആലപിച്ചു. ഒക്ടോബർ 3 മുതൽ 13 വരെയാണ് ക്ഷേത്രത്തിൽ നവരാത്രി പൂജകൾ നടക്കുന്നത്.
വിശേഷാൽ പൂജകളും ആധ്യാത്മിക പ്രഭാഷണങ്ങളും നടന്നു വരികയാണ്. വിജയദശമി ദിവസം വിദ്യാരംഭ ചടങ്ങുകളും നടക്കും. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവരെ സമൂഹം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമെന്ന് MK രാഘവൻ MP. താളിയോല സാംസ്കാരിക സമിതി സംഘടിപ്പിച്ച സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവരെ സമൂഹം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമെന്ന് MK രാഘവൻ MP പറഞ്ഞു. ശ്രീ കണിയാത്ത് ശിവക്ഷേത്രം സെക്രട്ടറിയും പൊതുപ്രവർത്തകനുമായ വടക്കേൽ ബാലകൃഷ്ണൻ നായരുടെ ശതാഭിഷേകത്തോടനുബന്ധിച്ച് അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി താളിയോല സാംസ്കാരിക സമിതി സംഘടിപ്പിച്ച സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ അദ്ദേഹത്തെ ഷാൾ അണിയിച്ച് MP ഉപഹാരം നൽകി. ബന്ധങ്ങളുടെ ഊഷ്മളത വർദ്ധിപ്പിച്ച് സൗഹൃദത്തിന്റെ പച്ചപ്പ് നിലനിർത്താൻ പൊതുപ്രവർത്തകർ ജാഗ്രത കാണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. താളിയോല സാംസ്കാരിക സമിതി പ്രസിഡന്റ് PI അജയൻ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ കൗൺസിലർ ഡോക്ടർ PN അജിത, MK ബീരാൻ, രാധാകൃഷ്ണൻ, PM ചന്ദ്രൻ, മുരളി കച്ചേരി, TN ദിനേശൻ, ഹരീഷ് R നായർ, N ശരത്ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. വടക്കേൽ ബാലകൃഷ്ണൻ നായർ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പരിസ്ഥിതി സന്ദേശവുമായി കേരള ടു ലഡാക്ക് ബുള്ളറ്റ് റൈഡ് നടത്തിയ ടീം അംഗങ്ങൾക്ക് രാമനാട്ടുകരയിൽ സ്വീകരണം നൽകി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാമനാട്ടുകര യൂണിറ്റാണ് സ്വീകരണം ഒരുക്കിയത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാമനാട്ടുകര യൂണിറ്റ് വൈസ് പ്രസിഡന്റ് T മുഹമ്മദ് കോയ ഉൾപ്പെടെ 22 അംഗങ്ങളാണ് മാലിന്യമുക്ത സന്ദേശവുമായി കേരളത്തിൽ നിന്നും ലഡാക്കിലേക്ക് ബൈക്ക് യാത്ര നടത്തിയത്. 34 ദിവസം കൊണ്ട് 17 സംസ്ഥാനങ്ങളിലൂടെയാണ് യാത്ര ചെയ്തത്. യാത്രയ്ക്ക് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ 22 അംഗ കാലിക്കറ്റ് ബുള്ളറ്റ് ക്ലബ്ബ് അംഗങ്ങൾക്ക് KVVES രാമനാട്ടുകരയിൽ സ്വീകരണം നൽകി. നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ PT നദീറ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PM അജ്മൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സലീം രാമനാട്ടുകര, നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സഫ റഫീഖ്, കൗൺസിലർ ഗോപി, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് OP രാജൻ, ജനറൽ സെക്രട്ടറി KK വിനോദ് കുമാർ, KK ശിവദാസ്, കാലിക്കറ്റ് ബുള്ളറ്റ് റൈഡേഴ്സ് ടീം ക്യാപ്റ്റൻ സുർജിത് സിംഗ്, C സന്തോഷ് കുമാർ, അസ്ലം പാണ്ഡികശാല, T മുഹമ്മദ് കോയ, C ദേവൻ, PC നളിനാക്ഷൻ, PP ബഷീർ, റഷീദ്, ആശ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ഫറോക്ക് മേഖല കുടുംബസംഗമം ഫറോക്ക് തുമ്പപ്പാടത്ത് നടന്നു. ബോധവൽക്കരണ ക്ലാസും കലാപരിപാടികളും ഉൾപ്പെടുത്തിയായിരുന്നു കുടുംബസംഗമം. വാടക വിതരണ രംഗത്ത് കഴിഞ്ഞ 34 വർഷമായി പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ. സംഘടനയുടെ ഫറോക്ക് മേഖലാ കമ്മിറ്റിയുടെ കുടുംബസംഗമം ഫറോക്ക് പേട്ട തുമ്പപ്പാടത്ത് CP സജീവൻ നഗറിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് AP അഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. ഫറോക്ക് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് V ഹസൻ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് AP മുഹമ്മദ് ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി. P രാജീവ്, P ബാബുരാജ്, PPC നദീർ തുടങ്ങിയവരും സംസാരിച്ചു. അംഗങ്ങൾക്കായി പ്രമോദ് ഐക്യരപ്പടി നയിച്ച ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കുടുംബസംഗമം രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ബുഷറ റഫീഖ് ഉദ്ഘാടനം ചെയ്തു. ഫറോക്ക് ഏരിയ വനിതാ വിംഗ് പ്രസിഡന്റ് ഉഷാകുമാരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അജീഷ സന്തോഷ്, TK സജ്ന, കുൽസു അബു, ബീന വിജയൻ, പ്രഭി തുടങ്ങിയവരും സംസാരിച്ചു. തുടർന്ന് അംഗങ്ങളുടെ വിവിധ കലാകായിക പരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റെയിൽവേ ലൈനുകളുടെ വളവ് നിവർത്തി യാത്ര സുഗമമാക്കുന്നതിന് സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് നൽകണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഹെൽത്ത് പദ്ധതി വഴിയുള്ള മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ ജനം പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ.
ഒഴുക്കിനെതിരെ നീന്തുന്നവരാണ് യഥാർത്ഥ ആർജവമുള്ളവരെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. മാർച്ച് അവസാനത്തോടെ കേരളത്തിൽ എല്ലായിടത്തും 4G സേവനം ലഭ്യമാക്കുമെന്ന് BSNL സീനിയർ ജനറൽ മാനേജർ സാനിയ അബ്ദുൽ ലത്തീഫ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.